നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികളെ വളരെയധികം പ്രതിസന്ധിയിലാക്കി അസാധാരണ നീക്കം നടത്തിയിരിക്കുകയാണ് ഗോ ഫസ്റ്റ് എയർലൈൻസ്. കമ്പനി തങ്ങളുടെ മുഴുവൻ വിമാന സർവീസുകളും റദ്ദാക്കിയതായി അറിയിച്ചിരിക്കുകയാണ്. മെയ് 9 വരെ നിശ്ചയിച്ചിരുന്ന സർവീസുകളാണ് ഇപ്പോൾ റദ്ദാക്കിയതായി അറിയിച്ചത്. സർവീസുകളുടെ നടത്തിപ്പ് സാധ്യമാകാത്ത സാഹചര്യത്തിലാണ് നടപടിയെന്നാണ് ഗോ ഫസ്റ്റ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചത്. ടിക്കറ്റ് ബുക്ക് ചെയ്ത യാത്രക്കാർക്ക് പണം വൈകാതെ മടക്കി നൽകും. വിമാനം റദ്ദാക്കിയത് വഴി യാത്രക്കാർക്ക് തടസ്സം നേരിട്ടവർക്ക് ആവശ്യമായ സഹായം ഗോ ഫസ്റ്റ് നൽകുമെന്നും അധികൃതർ അറിയിച്ചു. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ ഗോ ഫസ്റ്റ് സമർപ്പിച്ച പാപ്പർ ഹർജി ദേശീയ കമ്പനി നിയമ തർക്ക പരിഹാര കോടതി ഇന്ന് പരിഗണിക്കാനിരിക്കവെയാണ് മുഴുവൻ സർവീസുകളും റദ്ദാക്കിയത്. മെയ് 2, 4 തീയതികളിൽ ചാർട്ട് ചെയ്തിരുന്ന സർവീസുകളും റദ്ദാക്കിയതായി കമ്പനി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ഇതിൽ ഒമാനിൽ നിന്നുള്ള സർവീസുകളും ഉൾപ്പെട്ടിരുന്നു. ബുധനാഴ്ച മസ്കറ്റ് കണ്ണൂർ മസ്കറ്റ് സർവീസുകളും റദ്ദാക്കിയവയിൽ ഉൾപ്പെടുന്നു. 4-ന് കൊച്ചിയിൽ നിന്ന് മസ്കറ്റിലേക്കുള്ള വിമാനവും നിർത്തലാക്കി. ചൊവ്വാഴ്ച കണ്ണൂർ ദുബായ് വിമാനവും റദ്ദാക്കിയിരുന്നു. ബുധനാഴ്ച കണ്ണൂരിൽ നിന്നുള്ള ദുബായ് അബുദാബി സർവീസുകളും നിർത്തലാക്കിയിരുന്നു. മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എയർലൈൻ പുതുതായി ബുക്കിംഗ് സ്വീകരിക്കുന്നതും നിർത്തിവെച്ചിരിക്കുകയാണ്. വിമാന നിർമ്മാണ കമ്പനിയായ പ്രാറ്റ് ആൻഡ് വിറ്റ്നിയുമായുള്ള പ്രശ്നങ്ങളെ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രതിസന്ധികളാണ് എയർലൈന് തിരിച്ചടിയായത്. വാദിയ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് ഗോ ഫസ്റ്റ്. ജെറ്റ് എയർവേസിനു ശേഷം പാപ്പർ നടപടികളിലേക്ക് കടക്കുന്ന വിമാന കമ്പനിയാണ് ഗോ ഫസ്റ്റ്. വിമാനത്തിന്റെ എഞ്ചിൻ ലഭ്യമാക്കുന്നതിൽ അമേരിക്കൻ കമ്പനിയായ പ്രാറ്റ് ആൻഡ് വിറ്റ്നിയുടെ ഇന്റർനാഷണൽ എയ്റോ എഞ്ചിൻ വീഴ്ച വരുത്തിയതാണ് ഗോ ഫസ്റ്റിനെ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടത്. 2020 ജനുവരി മുതലാണ് ഇവർക്ക് പ്രശ്നങ്ങൾ തുടങ്ങിയത്. സിംഗപ്പൂർ കോടതി ഉത്തരവിട്ടെങ്കിലും P&W ഗോ ഫസ്റ്റിന് എഞ്ചിനുകൾ നൽകിയില്ല. ഇതാണ് പ്രതിസന്ധിക്ക് കാരണമായതെന്ന് ഗോ ഫസ്റ്റ് മേധാവി കൗശിക് ഖോന ജീവനക്കാർക്കുള്ള അറിയിപ്പിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. മാർച്ച് അവസാനം മുതൽ ഒക്ടോബർ അവസാനം വരെയുള്ള വേനൽക്കാല ഷെഡ്യൂളിൽ ഗോ ഫസ്റ്റ് പ്രതിവാരം 1538 വിമാന സർവീസുകൾ നടത്തേണ്ടതായിരുന്നു. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് സർവീസ് നടത്തുന്ന വിമാന കമ്പനികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗോ ഫസ്റ്റ്. എയർ ഇന്ത്യ എക്സ്പ്രസ് പോലെ കൂടുതൽ സർവീസ് നടത്തുന്ന കമ്പനിയാണ് പെട്ടെന്ന് ഇല്ലാതാവുന്നത്. കണ്ണൂരിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഉൾപ്പെടെ എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന കമ്പനി കൂടിയാണ് ഗോ ഫസ്റ്റ്. എന്തായാലും സർവീസുകൾ റദ്ദാക്കിയ ഗോ ഫസ്റ്റിന്റെ തീരുമാനം പ്രവാസികളെ പ്രതിസന്ധിയിലാക്കുമെന്നത് ഉറപ്പാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.